സിഹർ ഏറ്റ ആള് കരയാൻ തുടങ്ങും. കൈവശമുള്ള ആളിന്റെ അടിവയറ് കത്താൻ തുടങ്ങും. സിഹർ ഉണ്ട് എന്ന്, ശരീരത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയും. ഇതൊരു 3 ദിവസം തുടർച്ചയായി ചെയ്താൽ മതി. നിന്റെ സിഹർ ഏതാണെങ്കിലും അത് ബാത്തിലാക്കാനും കഴിയും. നിനക്ക് സിഹർ ഉണ്ടോ എന്ന് ഇനി നീ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നിനക്ക് തെളിയിക്കാൻ കഴിയും. ഇത് മുജറബാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിഹർ ഉണ്ട് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ സിഹർ സംബന്ധമായി ഇത്തരം പൈശാചികമായിട്ടുള്ള വിഷയങ്ങളുമായി ധാരാളമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോസിന് പുറമെ നമ്മൾ ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കുള്ള സംശയം, അതിലുള്ള ആളുകളുടെ പല രീതിയിലുള്ള സംശയങ്ങളാണ്. എനിക്ക് സിഹറുണ്ടോ, അല്ലെങ്കിൽ രോഗമാണോ, അല്ലെങ്കിൽ എൻ്റെ തോന്നലാണോ, എൻ്റെ ഫോബിയ മാത്രമാണോ, എനിക്ക് സിഹറും കൈവശമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? സിമ്പിളായ രീതിയിൽ അതൊന്ന് പറഞ്ഞു തരുമോ? മജ്‌ലിസിലൊന്ന് അവതരിപ്പിക്കുക. അങ്ങനെ ഒരു മജ്‌ലിസ് ചെയ്യോ, ഒരു വീഡിയോസ് ചെയ്യോ എന്ന് ചോദിച്ച ധാരാളം ആളുകൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാഹ് സിമ്പിളായിട്ട് നിങ്ങൾ ഒരു വസ്തു എടുക്കണ്ട, ഒന്നും കുടിക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ ഭാവത്തിൽ നിന്ന്, നിങ്ങളെ പെരുമാറ്റത്തിൽ നിന്ന് ശരീരം തന്നെ അത് കാണിച്ചു തരും എന്ന് മഹാന്മാർ മുജറബായിട്ട് നമ്മെ പഠിപ്പിച്ചതാണ്. നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട. കാരണം എല്ലാത്തിനുമുള്ള മരുന്ന് അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം തന്നെ അത് കാണിച്ചു തരും. വലിയ വലിയ സൂറത്തുകളല്ല, ചെറിയ ഈ രണ്ടായത്തുകൾ ഓതിയാൽ നിങ്ങളെ ശരീരം തന്നെ അതിൻ്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത് മുജറബാണ്. ഇത് 3 ദിവസം തുടർച്ചയായി ചെയ്താൽ ആദ്യത്തെ ദിവസം തന്നെ ചിലപ്പം കാണും, അല്ല എങ്കിൽ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം നിനക്ക് സിഹറുണ്ട് എന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ. ഏതാണ് ആ ആയത്തുകൾ? ഏതെല്ലാമാണ് അടയാളങ്ങൾ, ശരീരം കാണിച്ചു തരുന്ന അടയാളങ്ങൾ? ഏത് സമയത്താണ് ഈ ഒരു ആയത്തിന് ഓതേണ്ടത്? ഇൻഷാ നമുക്ക് പഠിക്കാം. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കൺസൾട്ടിങ്ങിലെ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, വലിയ ബുദ്ധിമുട്ടിലുമാണ്, വലിയ പ്രയാസത്തിലുമാണ്. ഇതിന് പോകാത്ത ഇടങ്ങളില്ല, ഇതിന് കാണാത്ത ആളുകളില്ല. അത്രയും ഞങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്, ഞങ്ങളെ പ്രയാസങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ ഇതുവരെ നീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നവരൊക്കെ ചോദിക്കുന്നതാണ്, തങ്ങളൊന്ന് നേരിട്ടൊന്ന് കാണണമായിരുന്നു, എവിടേക്കാണ് വരേണ്ടത്, എന്നാണ് വരേണ്ടത്? ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ മുസീബത്തുകളും, എല്ലാ ബലാകളും അള്ളാഹുവിന് തീർത്ത് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി നൽകണം. അല്ലാഹ് ഇത്തരം സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണം. അല്ലാഹ് മക്രീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണം. അല്ലാഹ് ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണം. അല്ലാഹ് ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണം. അല്ലാഹ് ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണം. അല്ലാഹ് ചതിയന്മാരുടെ ചതിവലകളെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണം. അല്ലാഹ് നീ കാവലേഖണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ 2 ആയത്തുകൾ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 102ാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയാം. നമ്മൾ മജ്‌ലിസിൽ പലപ്പോഴായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. സിഹ്ർ സംബന്ധമായ പ്രയാസങ്ങൾ പറയുമ്പോൾ മന്ത്രിക്കാനുള്ളതും അമല് ചെയ്യാനുള്ളതുമായിട്ടുള്ള ആയത്തുകൾ പറയുന്ന സമയത്ത് ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്ന ആയത്ത് അൽ ബഖറയിലെ 102ാമത്തെ ആയത്ത്. അത് ഒറ്റ പ്രാവശ്യം ഓതുക. സിഹർ ഏറ്റ ആള് വുളൂ എടുത്തുകൊണ്ട് ഇനി സിഹർ ഏറ്റ ആള് വുളൂ എടുക്കാൻ വിസമ്മതിക്കാൻ. സിഹർ ഏറ്റ് ചിലപ്പോൾ മൂർത്തികളെ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ വുളൂ എടുക്കാനും വിസമ്മതിക്കും, നിസ്കരിക്കാനും ഇബാദത്തിനൊക്കെ ഒരു വിസമ്മതം, ആ ഇബാദത്തിനൊക്കെ ഒരു വെറുപ്പ് കാണിക്കും. അത് ചെയ്യാൻ അവർക്ക് തോന്നൂല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും വുളൂ എടുപ്പിച്ച് ഖിബിലയിലേക്ക് മുൻനിർത്തി ഇരുത്തുക.
കിബിലയിലേക്ക് തിരിഞ്ഞിരുത്തിക്കൊണ്ട് ആരാണോ മന്ത്രിച്ചു കൊടുക്കുന്നത് അവരും വുളു കൊടുക്കുക. എന്നിട്ട് അൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഓതുക. ഇനി രോഗിക്ക് തന്നെ ഓതാൻ പറ്റും, അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ, ഇത് സിഹറാണെന്നുള്ള സംശയം മാത്രമാണ്, എനിക്കാരെങ്കിലും തടസ്സം വെച്ചിട്ടുണ്ടോ? സിഹർ സംബന്ധമായി നമ്മൾ മുൻകഴിഞ്ഞ മജ്‌ലിസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, സിഹർ പല രൂപത്തിലാണ്, പല കാറ്റഗറിയിലാണ്. മൂർച്ചയേറിയതുണ്ട്, വൈഫായതുണ്ട്, ചെറിയ ചെറിയ തടസ്സങ്ങൾക്ക് വേണ്ടി മാത്രം വെക്കുന്ന സിഹർ, നമ്മളെ വലിയ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, നമ്മളങ്ങനെ തിരിക്കാൻ വേണ്ടി, നട്ടം തിരിക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹർ, മരണത്തിന് വേണ്ടി ചെയ്യുന്ന സിഹർ, ഭീകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന സിഹർ, രോഗിയാവാൻ വേണ്ടി ചെയ്യുന്ന സിഹർ, സാമ്പത്തികമായിട്ടുള്ള നിലതെറ്റാൻ വേണ്ടി ചെയ്യുന്ന സിഹറുകൾ, അങ്ങനെ പല രീതിയിലുണ്ട്. മൂർത്തികളെ പ്രയാസങ്ങൾ വിട്ടുകൊണ്ട് ബാധയേൽപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളൊന്നും വുളു എടുക്കാൻ ഒരിക്കലും സമ്മതിക്കൂല. അവർ സമ്മതിക്കും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കൂല. ചെറിയ ചെറിയ തടസ്സമുള്ള ആളുകൾ, ചെറിയ ചെറിയ സിഹറിന്റെ പ്രയാസമുള്ള സംശയമുള്ള ആളുകൾ വുളു എടുത്തുകൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കാം. കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യാം. സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഒറ്റ പ്രാവശ്യം. പിന്നീട് സൂറത്തുൽ യൂനിസിലെ 81-ാമത്തെ ആയത്ത്, ഏതാണ് ആയത്ത്? ഫലമ്മ അൽഖൗ ഖാല മൂസ മാ ജിഅ്തും ബിഹിസ്സിഹ്റു ഇന്നല്ലാഹ സയുബ്തിലു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. ഈ ഒരു ആയത്ത് എത്ര വട്ടം? 20ന്റെ മുകളിൽ 20 പ്രാവശ്യം എന്തായാലും ഓതണം. ഉറക്ക ഓതാൻ ശ്രമിക്കുക, മെല്ലല്ല, ഉച്ചത്തിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ശക്തമായി ഓതുന്ന സമയത്ത് സിഹറുള്ള ആള് കരയാൻ തുടങ്ങും, അവൻ്റെ കണ്ണിൽ നിന്ന് കൺബാഷ്പങ്ങൾ ഇങ്ങനെ ചാലിട്ടൊഴുകാൻ തുടങ്ങും. സിഹർ ഏറ്റുന്നു, ഉറപ്പിക്കാം. അത് മുജറബാണ്. അല്ലാതെ ഒരാൾ ഒരിക്കലും ഓതുന്ന സമയത്ത് കരയൂലല്ലോ. നിങ്ങൾ കരച്ചിൽ വരുന്നില്ലേ? അവർക്ക് സിഹറില്ല, സിഹർ ഏൽക്കൂല. അത് ശരീരം തന്നെ കാണിച്ചിരുന്നതാണ്. നമ്മളൊരു നീയത്തോടു കൂടി വുളു എടുത്തിട്ട് നമ്മൾ നീയത്തോടു കൂടി നമ്മൾ ഓതാണ്. അള്ളാഹു നിനക്ക് കാണിച്ചു തരും, അള്ളാഹു നിനക്ക് എത്തിച്ചു തരും. എന്നെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് എത്തിച്ചു തരും. ആ നീയത്തോടുകൂടി, ആ ഉറപ്പോടുകൂടി, യഖീനോടുകൂടി നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ, അള്ളാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തിൻ്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആരാണോ എനിക്ക് വേണ്ടി ഇത്തരം പ്രയാസങ്ങൾ ചെയ്തത്, എൻ്റെ ശരീരത്തിൽ ഇത്തരം പ്രയാസങ്ങളുണ്ടോ, ആരെങ്കിലും എനിക്ക് തടസ്സങ്ങളോ ഇത്തരം സിഹറുകളോ ഇത്തരം ഉപദ്രവങ്ങളോ ഇത്തരം മൂർത്തികളുടെ പ്രയാസങ്ങളോ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ നീ കാണിച്ചു തരണം എന്ന നിയ്യത്തോടു കൂടി ചെയ്താൽ എൻ്റെ കൺബാഷ്പങ്ങൾ ഇങ്ങനെ ചാലിട്ടൊഴുകാൻ തുടങ്ങും. അല്ല, ഇനി ഒരാൾക്ക് കൈവശാണ്, അവൻ്റെ വയറ്റിലേക്കാണ് എത്തിയതെങ്കിൽ അവൻ്റെ അടിവയറിങ്ങനെ കാളാൻ തുടങ്ങും. ഒരു കാളിച്ചുണ്ടാകും, ഒരു ചുട്ടുപൊള്ളൽ അനുഭവപ്പെടും. ഇതൊന്ന് ചെയ്തു നോക്ക്. വെറും 3 ദിവസം, വേറെ ഒന്നിനും ചിലവില്ലല്ലോ, പൈസ ചിലവൊന്നുമില്ലല്ലോ. വീട്ടിലിരുന്ന് ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്ക്. സംശയമുള്ള ആളുകൾ, എനിക്ക് സിഹർ തന്നെ ആണോ, അല്ലെങ്കിൽ ഡൗട്ടുണ്ട്, ഇത് സിഹർ അല്ല എന്നുള്ള ഡൗട്ടുണ്ട്, സിഹർ എന്നാണെന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ, എൻ്റെ രോഗമാണോ, അല്ലെങ്കിൽ എൻ്റെ സംശയമാണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു പേടിയാണോ, അത് ഈ കാര്യങ്ങൾ 3 ദിവസം ചെയ്താൽ തെളിയും. 1-ാമത്തെ ദിവസം തന്നെ തെളിയും. 3 ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 1-ാമത്തെ ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം നീ കരയാൻ തുടങ്ങും, അടിവയറ് കാളാൻ തുടങ്ങും കൈവശമുള്ള ആളുകൾ. ഇൻഷാ അല്ലാഹ് ഇത് മുജറബായിട്ടുള്ള ഒരു അമലാണ്. എല്ലാവരും ചെയ്തു നോക്കുക. നമുക്ക് അറിയുന്നതാണല്ലോ, സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് അറിയുന്നവരാണ്. സൂറത്തുൽ യൂനിസിലെ 81-ാമത്തെ ആയത്ത്, ഫലമ്മ അൽഖൗ ഖാല മൂസ മാ ജിഅ്തും ബിഹിസ്സിഹ്റു ഇന്നല്ലാഹ സയുബ്തിലു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. ഈ ആയത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. അതിങ്ങനെ ഉറക്ക ഓതാൻ തുടങ്ങാം. അൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഒറ്റ പ്രാവശ്യം ഓതിയാൽ മതി. ഈ ആയത്താണ് സൂറത്തുൽ യൂനിസിലെ 81-ാമത്തെ ആയത്താണ് 20ന്റെ മുകളിൽ നമ്മൾ ഓതേണ്ടത്. 20 പ്രാവശ്യത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇങ്ങനെ ഓതുക. പിന്നെ എണ്ണല്ല, പിന്നെ അങ്ങനെ കരയാൻ തുടങ്ങും. അപ്പം സ്റ്റോപ്പാക്കുക. എന്നിട്ട് ഇത് ബാത്തിലാവാനുള്ളൊരു വഴി, ഈ ഒരു സിഹർ, ഇങ്ങനെ ഒരു സിഹർ ഉണ്ടെങ്കിൽ അത് ബാത്തിലാവാൻ കുറച്ച് കറാമ്പൂവ്, നമ്മളൊക്കെ മലബാർ സൈഡിലൊക്കെ പറയും, എന്താ അതിൻ്റെ ഫോട്ടോ കൊടുക്കുക, കറാമ്പൂവ്. ഇത് കണ്ടിട്ടുണ്ടാകും. കറുകപ്പട്ടയുടെ പൂവ് ഒക്കെ പാചകം ചെയ്യുന്ന സമയത്തിടുന്ന കറുകപ്പട്ടയുടെ പൂവ്,
കറുകമരത്തിൻ്റെ പൂല്, കറാമ്പൂ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പൂ കുറച്ചെടുത്തിട്ട് ഉണക്കെടുത്തിട്ട് തലയൊന്ന് 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ടിട്ട് നേരെ അടുപ്പിലിട്ട് കരിയിക്കുക. അതിൻ്റെ ഒരു സ്മെല്ല്, അതിൻ്റെ ഒരു വാസന ഇത് ഓതിക്കഴിഞ്ഞതിന് ശേഷം നേരെ എടുക്കുക, അല്ലെങ്കിൽ ഓതുന്ന സമയത്തിന് കയ്യിൽ പിടിക്കുക. എന്നിട്ട് 3 പ്രാവശ്യം തല ഒഴിഞ്ഞതിന് ശേഷം അടുപ്പിലങ്ങ് ഇടുക. എന്നിട്ട് അതിൻ്റെ സ്മെല്ല് വാസനിക്ക് ശരീരം ആ സകലം കൊള്ളിക്കുക. ആ സകലം കൊള്ളിച്ചു കഴിഞ്ഞാൽ സിഹിർ ബാത്തിലാകും. 3 ദിവസം കൊണ്ട് ബാത്തിലാകും. ഇത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിന് വലിയൊരു ശിഫ കിട്ടും. ഇത്തരം തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾക്കൊക്കെ വലിയ ശിഫ അതുകൊണ്ട് കിട്ടും. ആ ഒരു സിഹിർ, ആ ഒരു തട്ടുമുട്ടൽ, ആ ഒരു തടസ്സം അവിടെ ബാത്തിലാകും. ഇൻഷാ അല്ലാഹ് ഇതൊരു 3 ദിവസം ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ 5:45 നമ്മുടെ സയ്യിദിയ മജ്ലിസ് ഈ ഒരു മജ്ലിസിൽ തന്നെയാണ്. എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.